BJP വേഴ്സസ് കോൺഗ്രസ് നേർക്കുനേർ പോരാട്ടം. 400 സീറ്റ് എന്ന ലക്ഷ്യത്തിലെത്താൻ NDA മുന്നണിക്കും 200 സീറ്റ് എന്ന നേട്ടം കൊയ്യാൻ ഇന്ത്യ മുന്നണിക്കും ഒരുപോലെ നിർണായകമായ സംസ്ഥാനം. കന്നഡ മണ്ണിൽ ഇത്തവണ പോരാട്ടം കടുക്കും. കർണാടകയിൽ അംഗം മോദിയുടെ BJPയും കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും തമ്മിലാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ നരേന്ദ്രമോദിയും സിദ്ധരാമയ്യ DK അച്യുതണ്ടും തമ്മിലുള്ള പോര്. 2023 നടന്ന തെരഞ്ഞെടുപ്പിൽ മോദി പ്രഭാവത്തെ നിലംപരിശാക്കി സിദ്ധരാമയ്യയും DK ശിവകുമാറും കർണാടകയിൽ അധികാരം പിടിച്ചു. എന്നാൽ എക്കാലവും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ തോളേറ്റിയ ചരിത്രമാണ് കന്നഡ മണ്ണിന്. മോദിക്ക് ഗ്യാരണ്ടിയുമായി BJPയും സംസ്ഥാനത്ത് നടപ്പാക്കിയ 5 ഗ്യാരണ്ടിയുമായി കോൺഗ്രസും ഇത്തവണ വോട്ട് തേടുന്നു. BJP 2 അക്കം കടക്കില്ല. വെല്ലുവിളിച്ചാണ് കോൺഗ്രസിന്റെ DK പോർക്കളത്തിലുള്ളത്. ഒപ്പം മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും. 28 ലോക്സഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. ഇടത് പാർട്ടികളുടെ പിന്തുണയും കോൺഗ്രസിനുണ്ട്. 2 പതിറ്റാണ്ടായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 അക്കം കടക്കാൻ കഴിയാത്തതാണ് പാർട്ടി നേരിടുന്ന വെല്ലുവിളി. എന്നാൽ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ നാട്ടിൽ ഇത്തവണ കോൺഗ്രസ് ഏറെ ആത്മവിശ്വാസത്തിലാണ്. സംസ്ഥാനത്തെ പാർട്ടിയുടെ സംഘടനാ മികവും അധികാരത്തിലേറി 5 ഗ്യാരണ്ടികളും നടപ്പാക്കിയ ഭരണ മികവുമാണ് ആ ആത്മവിശ്വാസത്തിന് പിന്നിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 40% അഴിമതി സർക്കാരിനെ പുറത്താക്കുകയായിരുന്നു മുദ്രാവാക്യമെങ്കിൽ ഇത്തവണ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് കോൺഗ്രസ് പ്രചാരണം. താരപ്രചാരകൻ ജനകീയൻ സിദ്ധരാമയ്യയും തേര് തെളിക്കാൻ ട്രബിൾ ഷൂട്ടർ DK ശിവകുമാറും. ഈ 2024 BS യെദ്യൂരപ്പ തന്നെയാണ് കർണാടകത്തിലെ BJPയുടെ മുഖം. മകൻ വിജയേന്ദ്ര യെദ്യൂരപ്പ പാർട്ടി സംസ്ഥാന അധ്യക്ഷനും. പക്ഷേ കന്നഡ മണ്ണിലും BJPയുടെ താരം മോദി തന്നെ. മുദ്രാവാക്യം മോദിക്ക് ഗ്യാരണ്ടിയും. ഇത്തവണ JDSനെ ചേർത്ത് പിടിച്ചുള്ള പുതിയ പരീക്ഷണത്തിലാണ് NDA. BJP 25 സീറ്റിലും JDS 3 സീറ്റിലും മത്സരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിൽ നിന്നും കരകയറാൻ ശ്രമിക്കുന്ന BJPക്ക് തലവേദന പാർട്ടിയിലെ പടലപ്പിണക്കമാണ്. ഒപ്പം JDSുമായി ഏച്ചുകെട്ടിയ മുന്നണി സംവിധാനവും. യെദ്യൂരപ്പയുടെ മകൻ BY രാഘവേന്ദ്രക്കെതിരെ മുതിർന്ന നേതാവ് KS ഈശ്വരപ്പ ഉയർത്തിയ വിമത ഭീഷണിയടക്കം ഒട്ടേറെ വെല്ലുവിളികൾ. എല്ലാം മോദി പ്രഭാവം കൊണ്ട് മറികടക്കാമെന്ന പ്രതീക്ഷയിലാണ് BJP. ഭരണം തിരിച്ചുപിടിക്കാനും നിലനിർത്താനുമൊക്കെ ദക്ഷിണേന്ത്യയിലെ സീറ്റെണ്ണം അനിവാര്യമാണ്. ദക്ഷിണേന്ത്യയിൽ കളം പിടിക്കാൻ കർണാടകയിൽ കളറാക്കണം. കന്നഡ മണ്ണ് കൈപിടിക്കുമോ താമര വിരിയിക്കുമോ എന്ന് കണ്ടറിയാം.